ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ കൂടെ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനോ തുണി അലക്കാനോ എന്ത് പറയുക റൂം വൃത്തിയാക്കാൻ പോലും സമയം കിട്ടില്ല ഗൈസ്, അത്രയ്ക്കും ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ എക്സാം കഴിഞ്ഞുകൊണ്ട് നമുക്ക് ലീവ് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മളിന്ന് തുണി അലക്കുകയാണ്. ഇവിടെ നമ്മുടെ വലിയേട്ട സിനിമയിലെ മമ്മൂട്ടി ഇവിടെ ഇരുന്നിട്ട് തുണി അലക്കുന്നുണ്ട് ഗൈസ്. ഉണ്ണികൃഷ്ണൻ, എന്താണ് ഉണ്ണികൃഷ്ണൻ പറയാനുള്ളത് എക്സാം കഴിഞ്ഞതിനെ കുറിച്ച്? എക്സാം വളരെ മുന്നിലായിരുന്നു. അതെ ഗൈസ്, അത് വേറൊരു സത്യം. പക്ഷേ എക്സാമിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് കുറേ തുണികൾ അലക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ കഠിനാധ്വാനത്തിന് ശേഷമാണ് നമുക്ക് അലക്കി എടുക്കാൻ കഴിയുള്ളൂ. അതെ ഗൈസ്, അപ്പോൾ തുണി അലക്കാൻ കുറേ ഉണ്ട്, പിന്നെ റൂം വൃത്തിയാക്കാറുണ്ട്, ഇന്നങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇന്ന് എണീച്ചപ്പോൾ തന്നെ 9:45 ഒന്നും കഴിച്ചില്ല ഗൈസ്. വേറെ സത്യം എന്ന് വെച്ചാൽ നമ്മളൊന്നും കഴിച്ചിട്ടുമില്ല. പിന്നെയെന്ന് വെച്ചാൽ അണ്ണൻ വന്നിട്ട് പറഞ്ഞു 10 മണിയാകുമ്പോൾ കറണ്ട് പോകും, കറണ്ട് പോയാൽ വെള്ളം ഓഫാക്കിയിടും, അതുകൊണ്ട് അലക്കണമെങ്കിൽ വേഗം അലക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയിലാണ് നമ്മൾ. എനിക്ക് കുറച്ചുള്ളൂ ഗൈസ്, അണ്ണിക്കൊരു 2 ബക്കറ്റ് ഉണ്ട് തുണി. നമ്മളെല്ലാ ബക്കറ്റിലും വെള്ളം പിടിച്ചു വെച്ചു. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ അമർത്തി ഇരിക്കണം. നമ്മുടെ ഫാമിലിയായിട്ട് എല്ലാവരും ജോയിൻ ആവണം. ഈ അലക്കലിനെ കുറിച്ച് ശരിക്കും പറയാനുള്ളത് ബാംഗ്ലൂരോട്ടും വീടോട്ടൊക്കെ ഇറങ്ങാൻ ഗൈസ്, നമ്മളീ +2 കഴിഞ്ഞ് ഇരിക്കുന്ന പിള്ളേരോട് പറയാനുള്ളത്, നമ്മൾ വിചാരിക്കും ഈ +2 കഴിഞ്ഞ് പോയി വേറെ ഹോസ്റ്റലിൽ പോയി അടിപൊളിയാക്കാം അതാക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ടാവും. ഉണ്ടെന്ന് അറിയാം അല്ലേ? അതേപോലെ ഒരു ഏനായിരുന്നു നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതാണ് അവസ്ഥ. കഴിയുന്നതും എല്ലാവരും വീട്ടിൽ നിന്ന് പഠിക്കുക, വീട്ടിലെ ഫുഡ് കഴിക്കുക, നാട്ടിൽ എൻജോയ് ചെയ്യുക. ഇപ്പോൾ നാട്ടിലെ നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യണം കാണുമ്പോൾ നമുക്കൊരു വിഷമം. ഇവിടെ എൻജോയ് ചെയ്യണമൊന്നും ഇല്ലല്ലോ. എൻജോയ് ആ ക്ലാസ് പിന്നെ ഹോസ്റ്റല് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും നാട്ടിൽ നിന്ന് പഠിക്കുക, വീട്ടിൽ നിന്ന് പോവുക, വീട്ടിലെ ചോറ് കഴിക്കുക. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതെ, നാട്ടിൽ നമ്മുടെ ചെക്കന്മാരായിട്ട് നിൽക്കുക. പിന്നെ ആദ്യം തന്നെ നമ്മുടെ വീടാണ്. വീട്ടിൽ നിന്ന് മാറി നിന്ന് പോയി കഴിച്ചു ആ സന്തോഷം മാറി നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെ, അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. നാട്ടിലാണെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കൊടുക്കാറ് ഒരു വ്യതിയാനോ ഇതുണ്ടെങ്കിൽ ഇല്ലേ? ഇവിടെ നമുക്ക് അങ്ങനെ പറ്റുമോ? ഇവിടെ നമ്മൾ അവിടെ നമുക്കൊന്നും അറിയണ്ട, വെറുതെ ഇരുന്ന് കഴിച്ചാൽ മതി. പക്ഷെ ഇവിടെയാണെങ്കിൽ നടക്കുമോ? ഇല്ല. ഇവിടെയാണെങ്കിൽ നമ്മുടെ അമ്മമാരെ മിസ് ചെയ്യുന്നത് അല്ലേ? മിസ് അമ്മ. പിന്നെന്ന് വെച്ചാൽ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ ഈ യൂട്യൂബ് ചാനൽ എത്ര സക്സസ് ആവുമെന്നോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ കഴിയുന്നതും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇത് ഞങ്ങളൊരു പുതിയൊരു തുടക്കമാണ് ഗൈസ്. അപ്പോൾ അതിൽ നിങ്ങളും കൂടെ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈ യൂട്യൂബിൽ നിന്നുള്ള കോൺസെപ്റ്റ് പെട്ടെന്ന് പൊട്ടിമുളിച്ചൊന്നല്ല ഗൈസ്. എന്ന് വെച്ചാൽ നമുക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പണ്ട് നമ്മളൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയായിരുന്നു. അതെ ഗൈസ്, നമ്മൾ 10ാം ക്ലാസ് മറ്റേ കൊറോണ സമയത്ത് തുടങ്ങിയതാണ് ഗൈസ്. അതൊക്കെ ഒരു കഥയാണ് ഗൈസ്, അത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. നമ്മൾ സമൂസ ഉണ്ടാക്കി, അത് കാട്ടിനുള്ളിൽ പോയി സമൂസയൊക്കെ ഉണ്ടാക്കി ഗൈസ്, വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ച് എഡിറ്റൊക്കെ ചെയ്ത് വെച്ചു. അന്നെന്ന് വെച്ചാൽ നമുക്ക് സാധാ ഫോണാണ്, അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി വലിയ സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് എന്ത് ചെയ്തു? കൈതട്ടി ഡിലീറ്റ് ആയി. അത് ഒരു വീഡിയോ അല്ല ഡിലീറ്റ് ആയത്. ഞങ്ങൾ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ബ്രോസ്റ്റ്, പിന്നെന്താ ബ്രോസ്റ്റ്, സമൂസ, പിന്നെ എവിടേക്കൊക്കെയോ കൊറോണ സമയത്ത് പോയത്. മെയിൻ ആളിവിടെ ഇല്ല, മൂപ്പരിപ്പോൾ നാട്ടിലാണ്. ഡിലീറ്റ് ആക്കി പുള്ളി നാട്ടിൽ നിന്ന് ഇരിക്കുകയാണ്, അവൻ്റെ കയ്യിൽ നിന്നാണ് പോയത്. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. സംഭവം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് എന്താ പറയുക അങ്ങനെ കൊണ്ടുനടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ കുറച്ചൊക്കെ മെമ്മറീസ് ഉണ്ടാക്കുക അല്ലേ? മെമ്മറീസ്. അപ്പോൾ നമ്മളോട് കുറേ പേര് വീഡിയോ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഗൈസ് എന്താണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നത് ഗൈസ്? നമ്മളിപ്പോൾ ബാംഗ്ലൂർ BSc നഴ്സിംഗ് പഠിക്കുന്നു.
ആർക്കെങ്കിലും എന്തെങ്കിലും അഡ്മിഷനൊക്കെ എടുക്കണമെങ്കിൽ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ എല്ലാവരും നമ്മുടെ നേഴ്സിംഗ് കോഴ്സിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നേഴ്സിംഗ് പഠിക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഗൈസ്. ആർക്കും വലിയ സുന്ദരകരമായിട്ടുള്ള ജീവിതം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് തെറ്റ് അല്ലേ? പഠിച്ചിറങ്ങിയ ആരും നന്നായിട്ട് ഇറങ്ങിയെന്ന് പറയില്ല. കാരണം കഷ്ടപ്പാടുണ്ട്, അതിപ്പോൾ എല്ലാത്തിനും ഉണ്ട്. എന്നാലും ഇതിൽ കുറച്ച് കൂടുതലാണ്. പക്ഷെ നമ്മളതൊക്കെ തരണം ചെയ്ത് ഇതാലേ നമുക്ക് പാസ്സായി ജയിക്കാൻ പറ്റുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ നാട്ടിലിപ്പോഴത്തെ കാര്യത്തിൽ മഴയാണ് അല്ലേ? എല്ലാവരും എണീച്ച് വരണുള്ളൂ ഗൈസ്. 10 മണിയായി. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ചെക്കന്മാരൊക്കെ ഉറങ്ങുകയാണ്. കുറച്ച് പേര് ഉറങ്ങണു, കുറച്ച് പേര് കളിക്കാൻ പോകണു. നമുക്കൊന്ന് കളിക്കാൻ പോകാൻ പറ്റിയില്ല, തുണി വരെ കളിക്കാനുള്ളതുകൊണ്ട് നമ്മളിതിൻ്റെ പുറകെ പോകും. നമ്മുടെ ഒറ്റ സുഹൃത്തായ ജോൺസൺ ഇയാളെ നാട്ടിൽ പോയിരിക്കുകയാണ്. ഒരു അർജൻറ്റ് കേസ് വന്നപ്പോൾ അവൻ ചിലപ്പോൾ നാളെ വീട്ടിൽ ഇരുന്ന് കാണണം അല്ലേ? എന്നിട്ട് ജോൺസൺ അഡ്മിഷൻ എടുക്കുന്നവരൊക്കെ ബാംഗ്ലൂരൊക്കെ എടുക്കുന്ന നമ്മൾ ഈ കെങ്കേരി ജ്ഞാനഭാരതി സൈഡൊക്കെ അഡ്മിഷൻ എടുക്കാൻ നോക്കുക അല്ലേ? കാരണം വെച്ചാൽ എളുപ്പം അതാണ്. മലബാർ ഏരിയ എന്നുവെച്ചാൽ നാട്ടിൽ പോവാനും ട്രെയിന് അല്ലേ? നമ്മുടെ ഈ മലബാർ ഏരിയയിലുള്ളവർക്കൊക്കെ ഇത് തന്നെയാണ് സുഖം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ട്രെയിന് നമുക്ക് അടുത്ത് ട്രെയിനുണ്ട്, കെങ്കേരി ഉണ്ട്, പിന്നെ മജിസ്റ്റിക്കാണല്ലോ എടുത്ത, പിന്നെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് എടുത്ത. നമ്മളധികം ഉള്ളിലോട്ട് കയറില്ല. യൂണിവേഴ്സിറ്റി സൈഡ് എന്ന് പറഞ്ഞാൽ അല്ലേ? പിന്നെ നമുക്ക് ആകുള്ള ആശ്വാസം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യണം. നല്ല ഫുഡ് അല്ലേ? നമ്മുടെ മലയാളി ഫുഡ് എന്ന് വെച്ചാൽ ബംഗാളീസ്, കർണാടക ആവറേജ്. എന്നാലും കമ്പയർ ടു അതർ കോളേജ് നമ്മുടെയാണ് ഒന്നുകൂടെ മെച്ചെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും കേൾക്കണോണ്ട് നമ്മൾ പറയണ കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് ഫുഡ് കൊള്ളത്തില്ലാതാണ്. നമുക്ക് നല്ല ചെറുപയർ തോരൻ, നല്ല സാമ്പാർ, നല്ല കറി, മത്തൻ കറി, പിന്നെ മോര്, പിന്നെന്താ രസം, അച്ചാറ്, പപ്പടം, ഇതെല്ലാം ഒന്നിച്ച് കിട്ടില്ല, പല പല ദിവസങ്ങളിലായിട്ട് കിട്ടും. പക്ഷെ നമ്മളതൊരു സാറ്റിസ്ഫൈഡ് ആണ്. ചില ദിവസങ്ങൾ പിന്നെ നമുക്ക് അവരെ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. ഇത്രയും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കണ്ടേ, നമ്മളത് മനസ്സിലാക്കുന്നത് കൊണ്ട് രാവിലെ ടൊമാറ്റോ റൈസ് ആയിരുന്നു. ഇന്ന് രാവിലെ ടൊമാറ്റോ റൈസ് ആയിരുന്നു. ടൊമാറ്റോ റൈസ് നമുക്ക് പറ്റില്ല. അല്ല രാവിലെ അപ്പം കൊണ്ടുവരുന്നുണ്ട്, പൂരി കൊണ്ടുവരലുണ്ട്, ഉപ്പുമാവും പഴവും കൊണ്ടുവരലുണ്ട്. അതൊക്കെ നമ്മൾ ഓക്കെ, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഉന്നീന്ന് വീഴാൻ പോയി. അങ്ങനെ പറയല്ലേ, മടിയാണ് കൈസ് അലക്കെ. ഇങ്ങനെ വന്ന് ഇവിടെ നിന്നിട്ട് ഈ ചെക്കന്മാരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ നല്ല വൈബായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആരുമില്ല. ജോൺസൺ പറഞ്ഞില്ല, ജോൺസൺ നാട്ടിൽ പോയി. അല്ല നമ്മളൊക്കെ ഒന്നിച്ചാണ് വന്ന് അലക്കാറ്. ജോൺസൺ നാട്ടിൽ പോയി. പിന്നെ ഒരാൾ വന്ന് രാവിലെ വന്ന് അലക്കിപ്പോയി, വെള്ളത്തിൻ്റെ കേസ് പറഞ്ഞില്ലേ. അതുകൊണ്ട് പൊന്നൂസ് അടിയിൽ മെൻഷൻ ചെയ്യുന്നു. പൊന്നൂസ് രാവിലെ വന്ന് അലക്കിപ്പോയി. തുണി വിരിച്ചിട്ടുള്ള കുഴപ്പം പാറിപ്പോകും കേസ്. പാറിപ്പോക്കാണ് ഒരു പ്രശ്നം. ചിലപ്പോൾ രാവിലെ നമ്മളിട്ട തുണി വൈകുന്നേരം ചിലപ്പോൾ താഴേന്ന് അവിടെ ഒരു മറ്റേ പൂക്കച്ചവടമാണ്, ആ കടയിൽ പോയി ചിലർ. ഒരു നമ്മൾ നോക്കിയപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ ഷെഡ് അതിനകത്ത് ഒരു പൂവിൻ്റെ മുകളിൽ ഒരു റോസാപ്പൂവിൻ്റെ മുകളിൽ ഒരു ഷെഡ് ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെയുള്ള കുറേ തമാശകളൊക്കെ നടക്കുന്നത്. അതിലത്തെ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളൊരു ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് കുറേ തെറ്റുകുറ്റങ്ങളുണ്ടാവും, കുറേ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങളതൊക്കെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് വീഡിയോ അല്ല, പക്ഷെ നമ്മളിങ്ങനെ അധികം സംസാരിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത് ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എത്ര തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ രോഹിത് ഭയ്യനെ കാണിച്ചതാ. രോഹിത് ഭയ്യ ഒരു ഹായ് പറയൂ. ഹായ് രോഹിത് ഭയ്യ. സബ്സ്ക്രൈബ് കറോ. അതന്നെ അതെ സുഹൃത്തുക്കളെ, അതോടെ ഊക്കണ ഒരു പരിപാടി. നമ്മുടെ അടുത്ത് തന്നെ മലയാളീസ് ഹോട്ടലുണ്ട്. അത് തന്നെ ഒരു പ്രത്യേക ഒരു നല്ല കാര്യങ്ങളാണ്. 99 രൂപയ്ക്ക് ഞായറാഴ്ച ബിരിയാണി, തലശ്ശേരി ബിരിയാണി. അവർക്ക് നല്ലൊരു ബിസിനസ് മൈൻഡ് ആണതുകൊണ്ട് അവർ 99 രൂപയ്ക്ക് പിള്ളേർക്ക് വരുന്നു. പക്ഷെ അത് കൊള്ളാൻ കഴിച്ച് നല്ല രസമുണ്ട്. അപ്പോൾ ഹോട്ടലിൻ്റെ പ്രൊമോഷൻ ആയിക്കോട്ടെ.
എല്ലാവർക്കും പ്രമോഷൻ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വേറെ കൂട്ടുകാരൊക്കെ ഉള്ള ഹോസ്റ്റലിൽ എന്ന് വെച്ചാൽ ഹോസ്റ്റലിൻ്റെ അടുത്ത് വലിയ കടകളില്ല, മലയാളീസ് കടകളില്ല, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അല്ലേ ഇതിപ്പോൾ കഴിച്ചുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്റ്റലിന് നേരെ മുമ്പിൽ ഒരു ഹോസ്പിറ്റലാണ്. അത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കഴിയും എന്നാണ് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അല്ലേ. ആരും റിപ്പോർട്ടൊന്നും ഇല്ല, പണി കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ കഴിയാറായത്. ആ ഒരു സെറ്റപ്പിൽ പറഞ്ഞാണ്. ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത് ഗൈസ്. നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. അതാണ് നമ്മൾ ഗൈസ് അങ്ങോട്ടൊന്നും ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതിന് റൂമാകെ അലമ്പായിരിക്കും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കുറേ പേര് ചോദിച്ചു എന്താണ് റൂമൊന്ന് വൃത്തിയാക്കാത്ത. സമയമില്ലാത്തതാണ് ഗൈസ്. പിന്നെ വൃത്തിയാക്കിയാൽ നമുക്ക് ആ ഒരു ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ച് ആകെ അലമ്പാവുള്ളൂ. അപ്പോൾ അതിൽ അപ്പോൾ വൃത്തിയാക്കിയിട്ടും കാര്യമില്ല. ഇതാകുമ്പോൾ നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ബുക്കൊക്കെ നടുക്കി വെച്ച് ഇനിയിപ്പോൾ അടുത്ത സെമ്മിലോട്ട് നോക്കിയാൽ മതിയല്ലോ. അപ്പം ഇനി അടുത്ത എക്സാം ഡിസംബറിൽ, അതുവരെ റൂമിനെ ക്ലീൻ ചെയ്യാൻ സപ്ലി ഉണ്ടാകുമായിരിക്കും. അപ്പോൾ തള്ളാണ് ഗൈസ്. കഴിഞ്ഞ ഡിസ്റ്റൻഷൻ കിട്ടിയവരാണ് ഈ പറയുന്നത് സപ്ലി ഉണ്ടാകുന്നത് ഗൈസ്. നുണാന്നൊക്കെ പറഞ്ഞല്ലോ, പച്ച നുണ എല്ലാം എഴുതി വെച്ചിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു ചങ്ക് ഉണ്ടാവില്ലേ, എല്ലാം പഠിച്ചിട്ട് പോയി എഴുതിയിട്ട് എക്സാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും അറിയില്ലടാ, ഒന്നും എഴുതിയില്ലടാ, ഒന്നും പഠിച്ചില്ലടാ. എക്സാം പൊതുവെ ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്. കഴിഞ്ഞ 4 എക്സാം ഇവർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ 4 എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 4 സെമിനെ അപേക്ഷിച്ച് ഈ സെമ്മാണ് ഏറ്റവും സുഖം. ഇതാണെങ്കിലും നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും, ഒന്നോട്ട് വരില്ല. ഇതാണ് നമ്മുടെ ടെറസിൻ്റെ വ്യൂ. ഇത് നമ്മുടെ അലക്ക് പ്ലേസ്. അവിടെ നമ്മൾ വിരിച്ചിടുന്നു. ഇതാണ് ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഹോസ്പിറ്റൽ. ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പണി എന്ന് തീരും നമുക്കറിയില്ല. ഇതാണ് ഇവിടെ നിന്നുള്ളത് നമ്മുടെ വ്യൂ. ഇവിടെ പുതിയൊരു ഈമാട്ടോ എന്തോ ഓപ്പൺ ആക്കി വരുന്നുണ്ട്. എന്താണെന്ന് അത് പണി കിട്ടിയില്ല. അവിടെ പോളാർ ബിയർ കൊള്ളാം ഗൈസ്. വൈകുന്നേരം വന്ന് ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചിരിക്കാൻ പറ്റിയൊരു നല്ല സ്പോട്ടാണ്. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ തുണി അലക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തുണികളൊക്കെ ഇവിടെ വിരിച്ചിട്ടു. അപ്പോൾ ഏകദേശം ഒരു 10-11 ഗൈസ്. അപ്പോൾ ഇനി എന്തെങ്കിലും പോയി കഴിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിക്കുക, തകർക്കുക. അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞവരെ ബൈ.